അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ആറാമത്തെ ഇസ്മാണ് അസ്സലാം എന്നത്. ഇതിൻ്റെ അർത്ഥം സമാധാനം, വിധേയത്വം എന്നിങ്ങനെയാണ്. ഈ ഇസ്മായിട്ട് ഖുർആനിൽ ഒരിടത്ത് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം. സമാനമായ കലിമത്ത് ഖുർആനിൽ 10 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമിന് ഈ വചനം കൊണ്ടാണ് വിശേഷണം പറഞ്ഞത്. അൽ മുസ്ലിമു മൽ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവൻ്റെ നാവിനെ തൊട്ടും അവൻ്റെ കരങ്ങളെ തൊട്ടും രക്ഷ പ്രാപിക്കുക എന്നതാണ്. സലാമിൽ നിന്നാണ് ഇസ്ലാം എന്ന പദത്തെ പിടിച്ചിരിക്കുന്നത്. ഒരു ഹർഫിൻ്റെ വ്യത്യാസമാണുള്ളത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നിശ്ചയം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ മതം ഇസ്ലാം മാത്രമാണ്. സലാം മുസ്ലിമീങ്ങളുടെ അടയാളമാണ്. ലൈലത്തുൽ ഖദ്റിന് സലാം എന്നതുകൊണ്ട് വിശേഷണം പറഞ്ഞു. സത്യവിശ്വാസികളായ അവൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വീടിന് ദാറുസ്സലാം എന്ന് വിശേഷണം നൽകിയിരിക്കുന്നു. കാരണം അതിൻ്റെ അഹ്ലുകാരായ മലായിക്കത്തുൽ കിറാമിൻ്റെ അഭിവാദ്യം സലാം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം എന്ന അവൻ്റെ നാമത്തെ മുസ്ലിമീങ്ങളായ അവൻ്റെ അടിമകളുടെ നമസ്കാരങ്ങളിലും മറ്റ് ആരാധനകളിലും അഭിവാദ്യമാക്കി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹു സലാമാണ്. അവനിൽ നിന്നാണ് സലാം. അവനോട് തേടുന്നവനും ചോദിക്കുന്നവനും സലാമിനെ കൊടുക്കുന്നതാണ്. അക്കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ 3 പ്രാവശ്യം ഇസ്തിഗ്ഫാറും തുടർന്ന് അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാരക്കത്ത യാദൽ ജലാലി വൽ ഇക്റാം എന്നും പറയുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ സത്യവിശ്വാസികളായി തീരുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകുന്നില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? അതിന് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും. അഫ്ഷു സലാമ ബൈനക്കും. നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. ഈ ഇസ്മിനെ ചൊല്ലുന്നവൻ ജിന്നിൻ്റെയും ഇൻസിൻ്റെയും ശൈത്താന്മാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവരുടെ ദുർബോധനങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതാണ്. രോഗിയുടെ മേൽ ആരെങ്കിലും 121 പ്രാവശ്യം ചൊല്ലിയാൽ അവന് അള്ളാഹു ശിഫ നൽകുകയും ചെയ്യുന്നതാണ്. ആരെങ്കിലും ഓരോ ദിവസവും 100 പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലാൻ തയ്യാറായാൽ മരണത്തിൻ്റെ ഭീകരതകളെ അവന് രുചിക്കേണ്ടി വരില്ല. അവൻ്റെ കാര്യങ്ങളെ എളുപ്പമാക്കി കൊടുക്കുകയും ബുദ്ധിമുട്ടിൽ അകപ്പെടാതെ കാത്ത് രക്ഷിക്കുകയും ചെയ്യുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ഹിദായത്ത് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.